Hallelujah, praise the Lord. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ യൂത്ത് മീറ്റിംഗ് ആയി കൂടി വന്നിരിക്കുകയാണ്. ഈ സാറ്റർഡേ നമ്മൾ അപ്പോളജറ്റിക്സ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ കൂടുന്നത്. ആൻഡ് വെൻ ദ വേൾഡ് ഇസ് സെലിബ്രേറ്റിംഗ് ഈസ്റ്റർ, റിസറക്ഷൻ വീക്ക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇന്ന് രാത്രി ലൈക്ക് മോണ്ടി തേഴ്സ്ഡേ കഴിഞ്ഞു, ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞു, ആൻഡ് ഇന്ന് രാത്രി മുതൽ അതർ എപ്പിസ്കോപ്പൽ ചർച്ചസിലെല്ലാം മിഡ് നൈറ്റ് മീറ്റിംഗ്സും പ്രേയേഴ്സും ഉള്ളപ്പോൾ നമുക്ക് യൂത്ത് മീറ്റിംഗ് ആയി കൂടി വരാനും റിസറക്ഷനെ പറ്റിയുള്ളതിന്റെ കൂടുതൽ ആധികാരികമായി ലൈക്ക് ഹൗ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓൾ ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ് വി ആർ ഹിയർ ഇൻ ദിസ് വേൾഡ്. ഒരു സൈഡില് വാർ, ഇൻ ദി അതർ പാർട്ട് ഓഫ് ദി വേൾഡ്, പാൻഡമിക് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ്. ബട്ട് ദൈവം നമ്മൾ ഓരോരുത്തരും പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ വലിയ കൃപയാണ്. സോ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രാർത്ഥിക്കാനായി ബ്രദർ ഷാൽവിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ യൂത്ത് മീറ്റിംഗ് ആയിട്ട് വീണ്ടും ഒരു സാറ്റർഡേ തിരുസന്നിധിയിൽ കർത്താവെ കടന്നു വന്നിരിക്കുന്നു. അങ്ങേ ആരാധിപ്പാനും അങ്ങയുടെ വചനങ്ങളെ ശ്രവിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പലപ്പോഴും ഞങ്ങൾ വീണു പോവുകയും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ഭാരപ്പെടുകയും എല്ലാം ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ കരുതുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവമേ, അവിടുത്തെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് മുതൽക്കൂട്ടായി തീരുവാൻ, ഞങ്ങൾ ഒരു പടിയും കൂടി ഞങ്ങളുടെ ആത്മീയ മനുഷ്യൻ വളരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിനെ സംബന്ധിക്കുന്ന ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരുടെ ഹൃദയങ്ങളോട് കർത്താവ് ഇടപെടുമാറാകണം. ദൈവമേ, ഞങ്ങളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുവാനോ ഞങ്ങളുടെ അറിവ് കൂട്ടുവാനോ ഒന്നും ഉതകുന്നതായിട്ടല്ല, ഞങ്ങൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കേണ്ടതിന്, ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ളൊരു മനുഷ്യന് കർത്താവ് ബലമുണ്ടാകേണ്ടതിന് കർത്താവ് ഈ മീറ്റിങ്ങിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയും അല്ലെങ്കിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരെയും ദൈവമേ അതിനകത്ത് പങ്കെടുക്കുന്നവരെയും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം സകലരെയും ഭരിച്ചു നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ. ഇവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഷാൽവൻ. നമ്മുടെ ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്യാനുള്ളത് ഫെയ്ത്ത്സിറ്റി ചർച്ച് ട്രിവാൻഡ്രം members ആണ്, കണ്ണൻ ചേട്ടൻ, ഏബൽ, നിബേദ് ആൻഡ് റീമ. So for the next 15 minutes they will be leading us in worship. Brother Asher നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. So ഒട്ടും സമയം കളയുന്നില്ല. Over to Trivandrum church members. Praise God. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു യൂത്ത് വർഷിപ്പ് കൂടെ ദൈവം നമുക്ക് തന്നതിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ എന്നും എൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ എന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണ
മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. 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 യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പാട്ടിൻ്റെ വരികൾ കൂടി നമുക്ക് പാടി ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് ആരാധിക്കാൻ സാധിക്കുന്നവരെല്ലാവരും ആത്മാർത്ഥതയോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ.
പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കരപോക്കി, പാവന നീണം തന്നു പാപത്തിൻ കരപോക്കി. രക്ഷിച്ചതാലങ്ങി ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലങ്ങി ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്മക്കൾ കൂടിടുമ്പോൾ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്മക്കൾ കൂടിടുമ്പോൾ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നുര. ചെയ്തവൻ നീ മാത്രമേ അങ്ങേ ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ, ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ, നിന്ദാസർ മധ്യത്തിൽ നിന്നാവി പകർന്നപ്പോൾ, നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായ ചിടുക. നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. നിൻ ശക്തിയായ ചിടുക ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കപ്പെടുത്താർത്തതുപോൽ, ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കപ്പെടുത്താർത്തതുപോൽ, പാപത്തിൽ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ, പാപത്തിൽ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. നിൻ സഭ വളർന്നു എണ്ണത്തിൽ പെരുകുവാൻ, നിൻ സഭ വളർന്നു എണ്ണത്തിൽ പെരുകുവാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ.
ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. കരങ്ങളടിച്ച് ഹല്ലേലൂയ വിളിക്കുന്നവനെ ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്താരി വരാഗം ദാരി നാരാ സന്താരാഗം Praise God. Hallelujah. Thank you, Faithcity Church, Truvand, for the wonderful worship. അടുത്ത അടുത്ത സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ബ്രദർ ജോൾ ജോബ് ആയിരിക്കും. അതിന് മുമ്പ് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്ക് ഓൺ ചെയ്യുക. ഇറ്റ് വിൽ ബി ഗുഡ്. ഒരു അറ്റ്ലീസ്റ്റ് ഫ്യൂ ഓഫ് ദം 5-6 പീപ്പിൾ ഓൺ ചെയ്യുകയാണെങ്കിൽ അഷറിനും ഇറ്റ് വിൽ ബി ഗുഡ്. ക്ലാസ്സസ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഓൾസോ. സോ ഫോർ ദ നെക്സ്റ്റ് സെഷൻസ് I invite Joel Job to handle. Joel, sound. ഇല്ല ഓഡിയോ ഇല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. Okay, so after one week we are back again to listen to the word of God. Today we are going to talk about the topic resurrection. So as Christians നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ടീനേജ് ആ പ്രായം കോളേജ് സ്കൂൾ ആ ടൈമിൽ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ സ്കൂളിലും കോളേജസിലൊക്കെ ഓഫൻ ഫേസ് ചെയ്യുന്ന ഒരു question ആണ്. Usually me personally have faced that question a lot from my Muslim friends and other atheistic friends. So we need to have a firm belief. We need to have a firm faith on what happened. We need to know what really happened.
Like most of the time നമ്മുടെ ഫ്രണ്ട്സ് പറയാം ബൈബിൾ 2000 വർഷം മുമ്പ് എഴുതിയതല്ലേ, how can you believe it? So we need to know how it happened. We need to be firm about what, like we need to really be rock solid on our faith about the resurrection of Jesus Christ. Because as Paul says, and if Christ has not been risen, our preaching is useless, and so is your faith. So we really are not sure about the resurrection of Christ. നമ്മൾ വെറുതെ റാൻഡംലി ബൈബിൾ പറയുന്നതുകൊണ്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല. If we are really in our inner hearts, if we are not really sure about the resurrection of Christ, we are not truly in faith. So today we'll have a wonderful session by Brother Asher John, who is working in the field of apologetics in Carpenter's Desk, whom God has been using at many places around the world, in many meetings, helping many teenagers and many people to be firm about the word of God, to speak more about the word of God in the field of apologetics. So today we are going to hear more about the topic resurrection. Is it a hoax or a truth? We're going to learn more about it. As Nikki Gumbel says, the resurrection of Christ is rooted in history, grounded in scripture, and confirmed in experience. So today we are going to learn more about the experiences, the facts of really what happened from Brother Asher John. So I invite Brother Asher John to take over the meeting. Am I audible? Yeah. Greetings, church, once again. Sini uncle, I can see on the camera. Thanks, Joel. Thanks. In fact, thanks both Joels and several people. I mean, if you guys can turn video start cheyan pattunna start cheyavanengil it would be good. There are not too many of us, so you know it is always good to know the faces behind the labels that's on screen as well. So നമ്മൾ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് അപ്പോളജറ്റിക്സിന്റെ പല ടോപ്പിക്സും നാം briefly we went through. ദൈവത്തിന്റെ എക്സിസ്റ്റൻസ്, ദൈവം is it plausible to believe that God exists, or is it merely a delusion, as a famous atheist Richard Dawkins called it, is it the God delusion? ആ ടോപ്പിക്കാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് from God's existence we move to Christianity. ക്രിസ്ത്യാനിറ്റിയുടെ സ്പെസിഫിക് കേസ്, എസ്പെഷ്യലി who was Jesus. കഴിഞ്ഞ തവണ നാം അഡ്രസ് ചെയ്ത ടോപ്പിക്ക് ക്രിസ്തു അല്ലെങ്കിൽ the person who is the central element of the Christian faith. യേശു ക്രിസ്തുവിനെ മാറ്റിയാൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഡിസ്റ്റിംഗ്വിഷിംഗ് ഫാക്ടർ മറ്റ് ഏത് വേൾഡ് വ്യൂവിനെ എടുത്താലും ആ വേൾഡ് വ്യൂസിൽ നിന്നെല്ലാം ക്രിസ്ത്യാനിറ്റിയെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ is that that without that person the movement or the world view completely evaporates. നിങ്ങൾ മുഹമ്മദിനെ ഇസ്ലാമിൽ നിന്ന് മാറ്റിയാൽ ഒരുപക്ഷെ അവരുടെ സെൻട്രൽ പ്രോഫറ്റ് തീർച്ചയായിട്ടും is Muhammad, but the tenets of Islam is not affected. If you take Buddha out of Buddhism can still exist as a set of principles. ഹിന്ദുയിസത്തിൽ നിന്ന് ഒന്നോ രണ്ടോ അല്ല അതിലേറെ ദേവികളെയോ ദേവന്മാരെയോ എടുത്തു മാറ്റിയാലും ഹിന്ദുയിസത്തിന് ഒരു കോട്ടവും തട്ടത്തില്ല. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ there is no Christianity. If you take Jesus away, because Christianity is not a set of abstract principles. Christianity is about a person. Christianity is about Jesus of Nazareth. അവൻ ആരായിരുന്നു, അവന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും. That's what we're going to look today. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ കോർ ഫാക്ടർ. കഴിഞ്ഞ തവണ നാം നിർത്തിയത് was by reading few verses from the Gospel of John. ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ തവണ നാം നോക്കിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരായിരുന്നു? വാസ് ഹി എ ലയർ, വാസ് ഹി എ lunatic, or was he Lord? അത് പണ്ട് C.S. ലൂയിസ് മുൻപോട്ട് വെച്ച് എൽ ട്രൈലമ എന്ന് പേരുള്ള ആർഗ്യുമെന്റ്. അതായത് ക്രിസ്തു പറഞ്ഞ ക്ലെയിംസും നിങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ അങ്ങനത്തെ ഒരു വ്യക്തിത്വമില്ല. ദൈവമാണെന്ന് പറയുക മാത്രമല്ല, ദൈവമാണെന്ന് അല്ലെങ്കിൽ ഡിവിനിറ്റി ക്ലെയിം ചെയ്ത പല റിലീജിയസ് ലീഡേഴ്സും ഉണ്ട് ആസ് ഗോഡ് മെൻ or some divine attributes about themselves. അങ്ങനെ ക്ലെയിം ചെയ്ത പല വ്യക്തികളും നമ്മുടെ രാജ്യത്തിൽ ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ക്ലെയിം
ഒരു staunchly monotheistic Jewish കോണ്ടെക്സ്റ്റിൽ അവൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുകയും ആ ക്ലെയിമിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ മറ്റൊരു നേതാവില്ല. മരിക്കുവാൻ തയ്യാറായ when he was ready to die, remember, it was a humiliating death. ഈ ആഴ്ച ലോകമെമ്പാടും ഈസ്റ്റർ ആചരിക്കുകയാണ്, അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും ആചരിക്കുന്ന പാഷൻ വീക്ക് ആണ്. വെൻ യു ലുക്ക് അറ്റ് ദാറ്റ്, റിമെമ്പർ, ഇന്ന് നമ്മൾ വലിയ അലങ്കാരത്തോടെയാണ് ക്രോസിനെ പറ്റി സംസാരിക്കുന്നത്, ക്രൂശിനെ പറ്റി. പക്ഷെ ആദ്യത്തെ നൂറ്റാണ്ടിൽ ക്രൂശ് എന്ന് പറയുന്നത് വാസ് എ സിമ്പിൾ ഓഫ് ഷെയിം. ഏതാണ്ട് 3rd century കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യാനിറ്റിയുടെ സെൻട്രൽ സിമ്പിൾ ആയിട്ട് ക്രൂശ് അല്ലെങ്കിൽ ക്രൂശ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് ക്രൂശ് എന്ന് പറയുന്നത് വാസ് എ ലേബൽ, വാസ് എ സിമ്പിൾ ഓഫ് ഷെയിം. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യ ലേഖനത്തിൽ Paul is saying that it is a folly to the Greeks. യവനന്മാർക്ക് that was a folly. പക്ഷെ ആ കാലഘട്ടത്തിൽ ക്രൂശിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ was the greatest or the most abject failure. പൂർണ്ണ നഗ്നനായി നാം വരയ്ക്കുന്ന ചിത്രങ്ങളിലൊക്കെ ക്രിസ്തുവിനെ അറ്റ്ലീസ്റ്റ് ഹിസ് നേക്കഡ്നെസ് ഇസ് കവേർഡ്. പക്ഷെ ക്രൂശിൽ കർത്താവ് പൂർണ്ണ നഗ്നനായിരുന്നു. കാരണം ആ രീതിയിലായിരുന്നു they used to crucify people completely naked, like a chunk of meat in a meat shop. Jesus was killed and thrusted on the cross. Now that had to be the end of the movement. ആ കാലഘട്ടത്തിൽ മെസ്സിയാനിക് മൂവ്മെന്റ്സ് പലതുണ്ടായിരുന്നു. പല ആൾക്കാരും ഇങ്ങനത്തെ റെബലിയൻ ലീഡേഴ്സ് ആയിട്ടൊക്കെ മുൻപോട്ട് വന്നവരെല്ലാം ക്രൂശിച്ചു കഴിഞ്ഞാൽ ആ മൂവ്മെന്റ് നിൽക്കും. ആ വ്യക്തിയുടെ കൂടെ കോൺസെൻട്രേറ്റ് ആയിരുന്ന ആ ഫോളോവേഴ്സും കംപ്ലീറ്റ്ലി വുഡ് ബി ഡിസ്പേഴ്സ്ഡ്. പക്ഷെ അങ്ങനത്തെ അബ്ജക്ട് ഫെയിലിയറിൽ തീരാതെ വണ്ണം ക്രൂശിക്കപ്പെട്ടവന്റെ പേരിൽ അല്ലെങ്കിൽ ആ ആളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നാമത്തിൽ ഒരു മൂവ്മെന്റ് അതേ സ്ഥലത്ത് തന്നെ it started and it spread like a forest fire across the Greco-Roman world. Something must have happened. If the cross was the end, ക്രൂശ് ആയിരുന്നു അവസാനമെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഒരിക്കലും ആരംഭിക്കത്തില്ലായിരുന്നു. If Jesus died on the cross, and that is a fact, by the way, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നത് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ അക്കാഡമിക് ഹിസ്റ്റോറിയൻസും അഗ്രി ചെയ്യുന്നതാണ്. ക്രിസ്തുവിനെ പറ്റി എല്ലാ ചരിത്രകാരന്മാരും, ഏത്തിസ്റ്റുകളും തീയിസ്റ്റുകളും എല്ലാവരും അഗ്രി ചെയ്യുന്ന കാര്യമാണ് ക്രൂശിൽ ക്രിസ്തുവിനെ he was brutally killed. Now if that was really the end, if nothing happened after that shameful Friday, Christianity would not have started. നമുക്കറിയാം എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാര് ലൂക്ക് ചാപ്റ്റർ 24-ൽ അവര് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. We hoped, it's in past perfect tense, ഞങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു that he would deliver Israel. But what happened? We are dejected, we are depressed. Now from that place of being completely beaten down, these bunch of disciples turned the world upside down. They started what is called the Christian Revolution, which is still ringing across continents even in the 21st century. The biggest movement that history has known. That Sunday morning was the morning of the modern world. That is Easter. Let's read again. നമ്മൾ കഴിഞ്ഞ തവണ വായിച്ച വാക്യം ഒന്നുകൂടെ വേഗത്തിൽ ഒന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ, ഒന്നാം അധ്യായം അതിന്റെ chapter 2 itself, അതിന്റെ from verse 18. നമുക്കറിയാം the scene is where Jesus goes into the temple. ദേവാലയത്തിലേക്ക് കയറി ചെന്നിട്ട് he cleanses the temple. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് he calls the temple, verse 16, he told those who sold the pigeons, take these things away, do not make my father's house a house of trade. എന്റെ പിതാവിന്റെ ഭവനം, ഈ ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ കേൾക്കുന്ന യഹൂദന്മാർക്ക് ഒരിക്കലും അവർ ദൈവത്തെ സ്വന്തം പിതാവെന്ന് they would never call. Now when Jesus did that, these people were shocked. കാരണം he was actually claiming to be the heir. He was saying that this is my home, this is my father's home, and he was claiming a certain authority which was unheard. അത് കേട്ടപ്പോഴത്തേന് they were completely shocked. അതിന്റെ 18-ാം വാക്യത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യം, how are you going to prove your authority? നീ ദൈവമാണെന്ന് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിവൈൻ ക്ലെയിം വെക്കുകയാണെങ്കിൽ how would you prove? P-R-O-V-E, prove. How are you going to prove? നമുക്കറിയാം when you're writing exams, right, back in school, you would have a theorem to prove. You will say that this is the statement of the theorem, then you will say to prove. The question is, how would you prove
that you are God. അതിന് മറുപടിയായിട്ട് ആ വാക്യങ്ങൾ just run your eyes through it. I will not read it. You can just glance through it. കർത്താവ് പറയുന്നത്, metaphorically കർത്താവ് പറയുന്നത്, I will die and in 3 days I will come back. ഞാൻ മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച ഒരു കാര്യമാണ്. In Matthew 16-17 കർത്താവിന്റെ ശിഷ്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, we are going to Jerusalem. നമ്മൾ യെരൂശലേമിലേക്ക് പോവുകയാണ്. അവിടെ മനുഷ്യപുത്രൻ, he will be caught, he will be arrested, he will be killed, but on the 3rd day he will rise. My question to you is, we all believe this, and sometimes it becomes very casual. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് it becomes a very casual tenet of our belief. The question is it merely an abstract belief? Is it merely a tenet? അതിന്റെ historical value എന്താണ്? Can we truly know and be sure about the fact that യേശുക്രിസ്തു വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റു? നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നാം പറയുകയാണ്, മരിച്ചിട്ട് ഒരുവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. At least someone who is not familiar with the literature might just laugh. How can you actually convince them, or how can you convince yourself? We all believe because the word of God says, but is there a way that I can know that this truly happened, that this is a historical event? There are miracle claims in several religions. Joel നേരത്തെ പറഞ്ഞ വാക്യം is very important. Of 1 Corinthians 15:14, പൗലോസ് പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ, ഓർക്കണം പരീശനായിരുന്ന പൗലോസ്, പൗലോസിനെ പറ്റി നമുക്ക് ലേഖനങ്ങളിൽ കൂടെ തന്നെ, ബൈബിളിലുള്ള എഴുത്തുകളിൽ കൂടെ തന്നെ അറിയാം, ബൈബിളിൽ ഇല്ലാത്ത എഴുത്തുകളിൽ കൂടെയും പൗലോസിന്റെ ലൈഫിനെ പറ്റി, ഹിസ്റ്ററിയെ പറ്റി നമുക്കറിയാം. Secular historians can actually draw it out. He was a staunch opposer of the Christian faith. ക്രിസ്ത്യാനികളെ എതിർത്ത, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ നമുക്കറിയാം, he was arresting them, he was brutalizing them. അങ്ങനത്തെ ഒരു വ്യക്തി ക്രിസ്ത്യാനി ആയെന്ന് മാത്രമല്ല, അദ്ദേഹം എഴുതുകയാണ്, ക്രിസ്തുവിന് വേണ്ടി പല കഷ്ടങ്ങളും സഹിച്ച പൗലോസ് എഴുതുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. Now, interestingly, this letter was written around AD 52. You can just, if you want to read on the dating of the letter to Corinthians, you can do that. Just Google it. You will see that virtually every historian, academic credibility ഉള്ള എല്ലാ ചരിത്രകാരന്മാരും agree ചെയ്യുന്ന കാര്യമാണ്, around AD 52, AD 50ish, this letter was written. That is extremely close. That is literally 20 years, roughly 20 years after the event happened. ആ ഈവന്റ് സാക്ഷ്യം വഹിച്ച എല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പൗലോസ് ലീഗ തന്റെ ലേഖനത്തിൽ ഒരു look at this as a historical document, okay? Because that's how we are going to approach this. Not obviously the Bible is the Bible, but when you're going to prove this, remember that this was a letter. നമ്മുടെ ബൈബിളിൽ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് we are having it as a set of documents, or 66 different books written across a span of thousands of years in different geographies. It's a library of books. Now this was a letter. It was not a book. It was a letter that was written to a specific community in Corinth. ആ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ, അഥവാ അന്ന് കണ്ടവരെല്ലാം ജീവിച്ചിരിക്കുന്ന സമയമാണ്. 6-ാം വാക്യത്തിൽ അവൻ, that is something that we're going to come towards later. പക്ഷെ ആ വാക്യം ഒന്ന് മാത്രം നോക്കിയാൽ അവിടെ പൗലോസ് പറയുന്നത്, പല ആൾക്കാരും അവനെ കണ്ടു എന്ന് പറയുന്നവർ, most of them have fallen asleep, they have died, but most of them are still alive. അവരിൽ പലരും ഇന്നും ജീവിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു പബ്ലിക് ലെറ്റർ എഴുതി വിടുകയാണ്. അവരോട് ചോദിക്കാം, you can see them, more than 500 saw him physically. Then they are still around. And Paul is saying that if that did not happen, my dear brothers in Corinth, then this is all a hoax. Now the question is whether it's a history or a hoax. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ, you and I are simply a bunch of fools who have come together in a Zoom meeting to discuss a myth. But if that really happened, then you can be plus confident that Christianity is true, and that
before I start looking at the evidence, I want you to look at this as a matter that has the weight of eternity. We definitely have hope. Verse 19, if in Christ we have hope in this life only, we are of all people most to be pitied. ക്രിസ്തുവിൽ നമുക്കൊരു മറ്റൊരു ലൈഫിനെ പറ്റി, ഒരു ആഫ്റ്റർ ലൈഫിനെ പറ്റി, ഒരു ഇറ്റേണൽ ഹോപ്പ് ഇല്ല എങ്കിൽ we are to be the most pitied. Now let me just share my content on screen. We can quickly go through it. Let me know if you can see it. Uh-oh. Are you able to see the screen? No, video stuck ആണ്. I can hear you. Okay, I think there's some issue. Your video is also stuck. Okay. I am facing some issue with my Am I audible now? Yeah, it's okay. I think that I'm facing some issue in sharing the screen. No. Oh wait. Can you just try once more? Yeah, like you can continue. The video stuck. Now it's fine, video and audio. Okay, but I think there is an issue in sharing my screen, so I think probably I'll continue with just probably I can't share my content, some issue. If you can email in between, so someone from here can, or else I can. Can I just share it to you? Yeah, sure. In WhatsApp? Yes. Yeah, okay. I've done that. Okay. Anyway, my video is on, right? Yeah, but and though stuck ആവുന്നുണ്ട്. I don't know why it is audible or no? Yeah, audible ആണ്. So can I continue? Yeah, sure. You can probably share the screen when you have it. Okay. Okay. Yeah, I think I have to convert it. It's in the PPTX format, right? Yeah, I'll do it. Okay, fine. You can continue. Anyway, I'm sorry for the technical difficulty that I'm having, and I use in the device either. The personal device that I usually use has some issues. So
I'm actually using my office device. Probably that is the reason I'm facing this hurdle. Anyway, so let me start by quoting Sherlock Holmes. നമുക്കറിയാം ഒരുപക്ഷെ ഡിറ്റക്റ്റീവ് നോവൽസിൽ ഏറ്റവും അധികം പോപ്പുലർ ആയ ഒരു ക്യാരക്ടറാണ് ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസ് ഇസ് ഷെർലക് ഹോംസിന്റെ കഥയിൽ ഷെർലക് ഹോംസ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഡോക്ടർ വാട്സണോട് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ മിസ്റ്റേക്ക് ടു തിയറൈസ് ബിഫോർ വൺ ഹാസ് ഡേറ്റ. Insensibly one begins to twist facts to suit theories instead of theories to suit facts. അർത്ഥാത് ഏതേലും ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഒരു തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് എ ഡിറ്റക്റ്റീവ്, ഏതെങ്കിലും ഒരു ക്രൈം നടന്നത്, അതിന്റെ പിന്നിൽ നടന്നത് ആക്ച്വലി എന്താണ്? യു ഹാവ് എ സെറ്റ് ഓഫ് ഫാക്ട്സ്, പ്രോബ്ലി യു ആർ സോൾവിങ് എ മർഡർ, ചില ഡീറ്റെയിൽസ് ഉണ്ട്, ചില ആൾക്കാരെ പറ്റി ചില ക്യാരക്ടർ സ്കെച്ചസ് ഉണ്ട്, ആ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് നടന്ന മറ്റ് പല കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 സസ്പെക്ട് ഉണ്ട്, ഒന്ന് ജോൺ, ദി അതർ ഇസ് ജാക്ക്. യു ഹാവ് സം ഇൻഫർമേഷൻ ദാറ്റ് ജോൺ എന്ന് പറയുന്ന ആള് എവിടെയാണോ ക്രൈം നടന്ന ആ സമയത്ത് ആ ക്രൈം നടന്ന സമയത്തിനോട് അടുത്ത് ആ ഏരിയയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹവും ഈ ആരാണ് കൊല്ലപ്പെട്ട ആ വ്യക്തിയുമായിട്ട് there is some link. അങ്ങനത്തെ ചില ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത്രയും ഫാക്ട്സ് വെച്ചിട്ട് you will have to yes, Joel, you can go ahead and share. When you have a list of facts, ആ ഫാക്ട്സ് വെച്ചിട്ടാണ് ഏറ്റവും പ്ലോസിബിൾ ആയിട്ട് അവിടെ നടന്നത് എന്തായിരിക്കണം എന്ന് നാം അനുമാനിക്കുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു ഡിറ്റക്റ്റീവ് you can just go to the first, when you are going to actually investigate something, ഏറ്റവും മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം ഡേറ്റ നോക്കണം. എന്താണ് നമുക്കറിയാവുന്ന ഫാക്ട്സ്? അല്ലാതെ ആദ്യം തന്നെ ചില തിയറി ഫിക്സ് ചെയ്തിട്ട് ആ തിയറിയെ സ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഫാക്ട്സിനെ ട്വിസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. ആദ്യം നാം we should look at the facts first, and then we should we should actually try to understand what the best theory would be. അത് തന്നെയാണല്ലോ നാം സയൻസിൽ ചെയ്യുന്നത്. സയൻസ്, when you have a certain set of facts, you will look at the facts and then you will try to come up with a theory that best explains it. If you go to the next slide, I mean, I just continue talking. You can probably, move the slides across accordingly. So when you look at the resurrection of Jesus, you need to understand that this is Christianity's null hypothesis. If the resurrection did not happen, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ resurrection നടന്നിട്ടില്ല എങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഡിഫോൾട്ട് ഹൈപ്പോത്തസിസ് തെറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ Christianity is not true. So when you actually look at a claim like this, remember that this is a miracle claim, അല്ലെ? ഇതൊരു അത്ഭുതം നടന്നു എന്ന് നാം ക്ലെയിം ചെയ്യുകയാണ്. അങ്ങനെ ഒരു ക്ലെയിം മുൻപോട്ട് വെക്കുമ്പോൾ the obvious counter question is that miracles, are they even possible? Or is the resurrection even possible? ഇവിടെ let me actually quote Blaise Pascal. Blaise Pascal ഒരുപക്ഷെ ഈ പേര് നിങ്ങൾ കേട്ടുണ്ടാവണം. Pascal is, right from your school science textbooks, he is the father of probability theory. അപ്പം പോസിബിലിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യാൻ ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൂൾ ആണ് പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റി ഇൻവെന്റ് ചെയ്ത ആള്, ഈ പ്രോബബിലിറ്റി ഡിസ്കവർ ചെയ്ത ദ ഫാദർ ഓഫ് പ്രോബബിലിറ്റി തിയറി ബ്ലെയ്സ് പാസ്കാലും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുന്നത് ഇങ്ങനെ. അദ്ദേഹം പറയുന്നത്, ലെറ്റ് മീ സമ്മറൈസ് ഇറ്റ് ഫോർ യു. ഒരു നിരീശ്വരവാദി പറയുകയാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ the resurrection is impossible എന്ന് പറയുകയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് അങ്ങനത്തെ ഒരു ക്ലെയിം വെക്കുന്നത്? സോ he basically says, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ നാം ഒരിക്കലും പറയത്തില്ല ഇതൊരു അത്ഭുതമാണെന്ന്. എന്തുകൊണ്ടാണ് നാം അങ്ങനെ പറയാത്തത്? പാസ്കൽ പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹാബിറ്റ്. വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഒരു വ്യക്തി ജനിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും എക്സിസ്റ്റൻസിൽ ഒരിക്കലും ഇല്ലായിരുന്ന ഒരു വ്യക്തി, someone who has never existed before is coming newly into existence. പക്ഷെ അത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ? But when you talk about the resurrection, you are merely talking about someone who existed. He is simply coming back to life again, or someone who has existed in the past is coming again. But that for us is a miracle. ഇവിടെ പാസ്കൽ പറയുന്ന പോയിന്റിൽ the basic ആശയം is this, that നമ്മൾ
ഏതൊരു കാര്യവും അസാധ്യമാണ് എന്ന് പറയുന്നത് ഹാബിറ്റിന്റെ ബേസിസിൽ ആവരുത്. There are things that are extremely rare which can be true. Just because a thing is extremely rare does not mean that it is false. Now, an example there. Let's take the example of, you are hearing a claim, or a claim kekuyana, that a mother killed a child. Allengil oru amma oru kunjine konnu ennu ningal kelkumbol, your immediate reaction might be that, oh, oru amma kunjine kolluga, that is impossible. Despite the fact that we have heard such shocking stories. Alle chala maasangalkku munbana Karnatakathil oru unnathamaya rendu professors, husband and wife, they killed their two girl children in their own house as a sacrificial ritual. നമ്മളെ ഞെട്ടിപ്പിച്ച ആ വാർത്ത കണ്ടവർക്ക് അറിയാം, നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. പക്ഷെ ആ വാർത്ത കണ്ടിട്ട് ഒരു കോടതിയിൽ നിങ്ങളൊരു വക്കീലാണ്, ആ ഒരു കോടതിയിൽ നിങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു അമ്മയാണ് കൊന്നത് അല്ലെങ്കിൽ ഒരു പിതാവാണ് കൊന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് അത് പോസിബിൾ അല്ല. എന്തുകൊണ്ട് പോസിബിൾ അല്ല? കാരണം നിങ്ങൾ ഇഫ് യു ടേക്ക് ദി എൻറ്റയർ സാമ്പിൾ, ഓർ ഇഫ് യു ടേക്ക് ദി എൻറ്റയർ population of mothers or parents and children, you will very rarely see a case like that. അല്ലെങ്കിൽ അങ്ങനെ സാധാരണ ഒരു അമ്മയും ഒരു അപ്പനും അങ്ങനെ ചെയ്യുകയില്ല. ദാറ്റ് ഇസ് എക്സ്ട്രീംലി ഷോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോടതിക്ക് ആ ഒരു ഹൈപ്പോത്തസിസ് നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ആ ഒരു ഹൈപ്പോത്തസിസ് ട്രൂ ആണോ എന്ന് സ്ഥാപിക്കുന്നത് ഈസ് ബേസ്ഡ് ഓൺ സം ബാക്ക്ഗ്രൗണ്ട് എവിഡൻസ്. അഥവാ you will actually try to investigate whether what is the other facts. Suppose you come across certain facts. Fact number 1, that aa kuttiyude dehathil there were some marks of abuse, some marks of constant abuse. You also get some more information. The weapon that was used to kill that child is matching with the said parents fingerprints. Angante pala facts and background details kittumbol, you will actually update your prior intuition, your prior belief basis the background evidence. Adava, what is the probability? Simple ആയിട്ട് പറയുകയാണെങ്കിൽ, either ഈ മാതാവോ പിതാവോ has done that heinous crime, what is the probability without any of these details? The probability is low, because generally parents don't do that. But what is the probability of this individual case given some other information, given the information that the child was subjected to abuse, given another information that probably the parent had some other external reason. You add more and more background information, this probability gets updated. അതുകൊണ്ട് ഹാബിറ്റിന്റെ ബേസിസിൽ അല്ല ഒരു മിറക്കിളിനെ ജഡ്ജ് ചെയ്യേണ്ടത്. So is miracle impossible? Let's quickly summarize it like this. Miracles are supernatural interventions. Adava, they are non-natural events. അതായത് ഒരു അത്ഭുതം എന്ന് പറയുമ്പോൾ ഒരിക്കലും നാം ആരും പറയുന്നില്ല naturally Jesus rose from the dead, because naturally a dead person stays dead എന്ന കാര്യം ഒരു നിരീശ്വരവാദിയും അംഗീകരിക്കുന്നുണ്ട്, നാമും അംഗീകരിക്കുന്നുണ്ട്. The claim is that Jesus rose by a supernatural intervention. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് പറയുന്ന വാക്കുകൾ, നിങ്ങൾ അല്ലെങ്കിൽ men of Israel, hear my words, you killed him but God raised him from the dead. So it's a supernatural event. ഏതൊരു മിറക്കിളും is a non-natural event. So first thing is that we also agree that there is a natural order, there is a natural pattern, and miracles are actually an aberration of that natural course of events. Miracle events, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫ്രീക്വൻസിയുടെ ബേസിസിൽ അല്ല ഒരു മിറക്കിൾ ക്ലെയിമിനെ ജഡ്ജ് ചെയ്യേണ്ടത്, but it should be judged based on background evidence. ഇത് താല്പര്യമുള്ളവര്, മാത്തമാറ്റിക്സ് ഒക്കെ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക്, just to if you want to read, you can actually read a book by Richard Swinburne, The Resurrection of Son of God Incarnate. That was published by Oxford University Press. അത് probability theory യൂസ് ചെയ്തുകൊണ്ട് തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് സ്ഥാപിക്കുന്നത്. ഇത് ഓർക്കണം,
ഈ പുസ്തകം പബ്ലിഷ് ചെയ്തേക്കുന്നത് ഒരു ക്രിസ്ത്യൻ പ്രസ് ഒന്നും അല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്, which is arguably one of the most prominent universities in the world. And you just think to yourself, എന്തുകൊണ്ടായിരിക്കണം അക്കാഡമിക് ലോകത്തിൽ a university like Oxford University, if you want to note down the name of the book, The Resurrection of God Incarnate by Richard Swinburne, അദ്ദേഹത്തിന്റെ ആ വർക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലുള്ള പ്രസ് after reviewing it, if they are willing to publish it, is because tools of probability, you can actually come to the conclusion that Jesus rose again. So such an event, they might be very less likely, but it is not impossible. That's impossible alla. Obviously, when you look at a rare event from the outset, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ അത് ആദ്യം കേൾക്കുമ്പോൾ നമുക്കതൊരു ഷോക്കിംഗ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ അങ്ങനെ how is that even possible? But when you evaluate the evidence, you will have to update your prior intuition. So what is that evidence? What is that what is the quality of evidence that we are talking about? 2003-ലോ 2004-ലോ ആണെന്ന് തോന്നുന്നു, ആന്റണി ഫ്ലൂ, by the way, ഒരുപക്ഷെ ചില he passed away about roughly 10 to 12 years ago. പക്ഷേ ഒരുപക്ഷെ ഒരു കഴിഞ്ഞ 50 or 60 വർഷങ്ങളുടെ ചരിത്രം എടുത്താൽ 21st centuryയിലെ ഏറ്റവും പ്രോമിനന്റ് നിരീശ്വരവാദികളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രോമിനന്റ് സ്കോളറും ഫിലോസഫറും ആയിരുന്നു ആന്റണി ഫ്ലൂ ക്രിസ്ത്യൻ ചരിത്രകാരനായിരുന്ന ആയ ഗാരി ഹാബർമാസുമായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നടത്തിയ ഒരു ഡിബേറ്റ്, that debate was actually hosted by Veritas Forum. If anyone is interested to look at that debate, you can actually check that out on YouTube. Our debate was between Anthony Flew and Gary Habermas. Now remember, Anthony Flew, ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഒരു എവിഡൻഷ്യലിസ്റ്റ് ഫിലോസഫർ ആണ്. ഇന്നത്തെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിരീശ്വരവാദത്തിലെ ഏറ്റവും പ്രോമിനന്റ് പേരുകൾ എടുത്താൽ റിച്ചർഡ് ഡോക്കിൻസോ സാം ഹാരിസോ, അവരെ ഒക്കെ ഏറ്റവും അധികം സ്വാധീനിച്ച അക്കാഡമിക് ലോകത്തിലെ ഫിലോസഫർ ആയിരുന്നു ആന്റണി ഫ്ലൂ. ആ ആന്റണി ഫ്ലൂ was also an evidentialist philosopher, meaning എവിഡൻസിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ലൈൻ ഓഫ് തോട്ട് ആണ് എവിഡൻഷ്യലിസം. ആ ലൈൻ ഓഫ് തോട്ടിൽ വരുന്ന ആന്റണി ഫ്ലൂ ഗാരി ഹാബർമാസുമായിട്ട് യേശുക്രിസ്തുവിന്റെ they actually debated the resurrection of Jesus, and that debate was evaluated by professional judges from both sides, from atheist and theist, in an academic setting like the University of Georgia. ആ ഡിബേറ്റ് കഴിഞ്ഞിട്ട് പബ്ലിക് ഇവാലുവേഷനിൽ തന്നെ hands on Habermas, who actually argued for the Christian side, won that debate. ആ ഡിബേറ്റ് കഴിഞ്ഞിട്ട് ആന്റണി ഫ്ലൂ പറഞ്ഞ വാക്കുകൾ you can just note that the evidence for the resurrection, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിനുള്ള evidence is better than claimed miracles in any other religion. അഥവാ മറ്റ് പല മതങ്ങളിലും മിറക്കിൾ ക്ലെയിംസ് ഉണ്ട്, പക്ഷെ മറ്റ് മതങ്ങളിലുള്ള ഏത് മിറക്കിൾ ക്ലെയിം എടുത്താലും അതിനേക്കാൾ എല്ലാം ഉപരി it is better than any claimed miracle claims. It is outstandingly different in quality and quantity. Just a food for thought before we get into the core of the evidence. എന്തുകൊണ്ടായിരുന്നു ഒരു നിരീശ്വരവാദി പോലും ഇത് അഗ്രി ചെയ്യുന്നത്? അദ്ദേഹം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് മരിക്കുന്ന സമയം വരെ അദ്ദേഹം വന്നില്ല. Or we don't actually know. He actually changed his view from atheism to deism, something that shocked the academic world. But he did not come to that conclusion. But still, he agreed, he agrees that the evidence is superb. The quality of evidence is superior. ഞാൻ ഇതിനു മുൻപ് ഇതേ സീരീസിൽ തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ ഒരു അഡ്ഹോക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. Just go to the available sources that we have, YouTube or Google or മറ്റു ഒരു മതങ്ങളും അവരുടെ ഹിസ്റ്റോറിക്കൽ ക്ലെയിംസ് ഡിബേറ്റ് ചെയ്യാൻ ഒരു അക്കാഡമിക് യൂണിവേഴ്സിറ്റി സെറ്റിങ്ങളിൽ വരാറില്ല. ഒരു ഹിസ്റ്റോറിയനോ ഒരു ഫിലോസഫറോ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടോ ഹിന്ദുയിസത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടോ ഒരു അക്കാഡമിക് സെറ്റിങ്ങിൽ ഡിബേറ്റിന് വരാറില്ല. പക്ഷേ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയൻസ് ഇന്നും they stand tall and not only do they stand tall, they stand tall and convincing even in academic settings to debate this. Just think about it. മറ്റൊരു മിറക്കിൾ ക്ലെയിമും ഡിബേറ്റ് പോലും ചെയ്യപ്പെടുന്നില്ല, പക്ഷെ ഇന്നും
ഇരുപക്ഷത്തിൽ നിന്നും leading history journals in your topic is still being debated. It is still being argued upon. ഇന്നും നിരീശ്വരവാദികൾ പല ഹൈപ്പോത്തസിസുകളും പല തിയറീസും ക്രിസ്തുവിന് എന്തായിരിക്കണം സംഭവിച്ചതിന് വേണ്ടി മുൻപോട്ട് വെക്കുന്ന പല തിയറീസും ഇന്നും മുൻപോട്ട് വെക്കുന്നുണ്ട്. I mean, lot of things are actually coming to my mind. Just if you just Google about did Jesus exist, the Guardian leading British newspaper, our newspaper one article, you can read it on just by searching for it on Google. Jesus exists, did Jesus exist, the Guardian, you will get that article. That article was written by Cambridge University നിന്ന് ചരിത്രകാരനായിരിക്കുന്ന സൈമൺ ഗ്യാത്തർകോൾ. അദ്ദേഹം യേശുക്രിസ്തു ജീവിച്ചിരുന്ന എന്ന ആ ക്വസ്റ്റ്യന് അദ്ദേഹം he writes a complete article on that. He basically argues that ഞങ്ങളുടെ കൂട്ടത്തിൽ, അതായത് അക്കാഡമിക് ഫാക്കൽറ്റി പൊസിഷൻ വഹിക്കുന്ന ചരിത്രകാരന്മാരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കുന്ന ഒരു ഹിസ്റ്റോറിയനും ഇല്ല. എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് ലൈൻ, ആ ആർട്ടിക്കിളിലെ ലാസ്റ്റ് ലൈൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, that യേശുക്രിസ്തു lived and died, that അവൻ ജീവിച്ചു മരിച്ചു എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാരുടെ ഇടയിൽ തർക്കമില്ല. ഇന്ന് അക്കാഡമിക് ലോകത്തിൽ നടക്കുന്ന ഡിബേറ്റ് അവൻ ജീവിച്ചിട്ട് മരിച്ചു എന്ന ടോപ്പിക് അല്ല, മരിച്ചിട്ട് അവൻ ജീവിച്ചു. Did he die and then come back again? Despite the shockingness of the claim, it is still valued and respected and debated in academia. Spot the difference. എങ്ങനെയാണ് മറ്റു മതങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? You can just look at the slide, quickly glance your eyes through it, and just think about all the major religions that you can think of. I think I had put this, I believe I had put this up last time as well. മറ്റ് world views എല്ലാം എടുത്താൽ, they are all based on a private encounter. Buddha had a private enlightenment. Buddha എന്ന വാക്കിന്റെ അർത്ഥം തന്നെ the enlightened one. His actual name was Siddhartha സ്വയം ബുദ്ധ എന്ന് വിളിച്ചു. And he called himself Buddha because he claimed a private enlightenment. ആർക്കും അത് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം that is a private claim. Islam is based on Muhammad's private angelic encounter. No one can verify it. It cannot be subjected to historical scrutiny. Hinduism, the sages had private meditations that was written down as the Vedas. All of these are based on private encounters, private enlightenments, a private idea about God. But you compare that with Christianity, one person publicly, a 30-year-old man comes out in public, claims to be God, does miracles in public, is publicly executed, and then 3 days later he leaves a tomb out for empty for public display. Then he publicly appears to more than 500 people at one time, to the apostles separately, to James, to Peter, to all of those guys. He appears in public, and then these set of apostles, they claim very, very vocal, very strong and vocal, that Jesus rose again, and they're willing to die for the ശിഷ്യന്മാരും വളരെ ക്രൂരമായിട്ട് ഈ ക്ലെയിമിന് വേണ്ടി മരിക്കുവാൻ വരെ അവർ പബ്ലിക്കായിട്ട് they were willing to do that. So the public verifiability of Christianity sets it apart. Going back to the verse we first read, if Christ has not been raised, then Christianity just falls apart like a pack of cards. Christianity then would become false. In the next couple of minutes, the argument that I will try to put forward, if I'm not able to complete the entire argument this time, probably we will also spill over the content to the next part of the series as well. It's called the minimal facts argument for Jesus. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് പല അക്കാഡമിക് ആർഗ്യുമെന്റ്സും പല കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഓർത്തിരിക്കണം, യേശുക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കാത്ത ഹിസ്റ്റോറിയൻസ് പോലും, ഇവിടെ ഐ എം ടോക്കിംഗ് അബൌട്ട് അക്കാഡമിക് ഹിസ്റ്റോറിയൻസ്, പീപ്പിൾ ഹു ഹാവ് നോട്ട് ബിക്കം ക്രിസ്ത്യൻസ്. Just to give one name, you can actually search for the person, Pinchas Lapide, Pinchaslapide. Pinchas Lapide was not a Christian. അദ്ദേഹം ഒരു ഇസ്രായേലി ചരിത്രകാരനായിരുന്നു. അദ്ദേഹം even at the I think he passed away some roughly 10 years back, but he was not a Christian. But still, as a historical method which he came to the conclusion that Jesus rose again. He wrote an entire book arguing that I have changed my mind, that if I am going to apply the same set of
principles that historians apply, then I will have to actually accept that Jesus did rise again. Now, quickly to the argument called minimal facts argument. Endani argument. This argument is basically it's based on a set of minimal facts identified by the historian Gary Habermas. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലിബർട്ടി യൂണിവേഴ്സിറ്റിയിലെ ചരിത്രകാരനായിരിക്കുന്ന Gary Habermas മുൻപോട്ട് വെച്ച a set of facts called the minimal facts. Now, we are basically going to look whether historically അഥവാ ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുന്ന മെത്തേഡ് വെച്ച് തന്നെ ചരിത്രത്തിൽ മറ്റേതൊരു സംഭവം, ടോക്ക് അബൌട്ട് ദ ഫ്രഞ്ച് റെവല്യൂഷൻ, ടോക്ക് അബൌട്ട് Gandhi being shot dead, talk about Caesar crossing the Rubicon, or the victories of Alexander the Great. ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെ എങ്ങനെയാണോ നാം ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ, അതേ അക്കാഡമിക് മെത്തേഡിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? So when you look at this book, right, for us this is the word of God. We completely believe that every word of this is true. But if you are going to talk to a secular person, ഒരു നോൺ ക്രിസ്ത്യനുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് to begin that conversation, he is not going to grant you that he is going to simply believe what is written. For him, this book might be just like any other holy book. What do you do when you are faced with such a person? So if you actually apply the very criteria for any secular history to the Bible or to the claims that we have here, what do you get? Gary Habermas വെക്കുന്ന ഒരു important criteria is that ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ബൈബിൾ ഇൻസ്പയർഡ് ആണെന്ന് മറ്റൊരു വ്യക്തി അഗ്രി ചെയ്തില്ലെങ്കിൽ പോലും, നിങ്ങളുടെ ബിലീഫുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ പോലും, you can actually use a set of facts to convince him. What is the criteria for these facts? Number one, a set of facts that are multiple lines of argumentation വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അഥവാ ആർക്കിയോളജി വെച്ചും ഹിസ്റ്ററി വെച്ചും ലിറ്റററി എവിഡൻസ് വെച്ചും different lines of evidence വെച്ച് each fact should be, we should be able to prove. Second, it should be virtually accepted by all critical scholars. അഥവാ ആളൊരു നിരീശ്വരവാദിയാണെങ്കിലും ഈശ്വരവാദിയാണെങ്കിലും ഏത് ഫെയ്ത്ത് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ചരിത്രകാരന്മാർ, whatever be their background, എല്ലാവരും എഗ്രി ചെയ്യുന്ന set of facts. Be it an atheist, be it a theist, what are those set of minimal facts that everyone agrees upon? So what, in Habermas's own words, there are at least two major prerequisites. One is that each event has to be established by more than adequate scholarly evidence, and usually by several critically ascertained independent lines of argumentation. Second point is that vast majority of in the contemporary charitrakaranmar, actual historians must also agree to the historicity of these claims. Now, firstly, എന്താണ് historical method? What is the historical method? But നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലെയിം അത് ഹിസ്റ്റോറിക്കൽ ആണോ അല്ലയോ എന്ന് സ്ഥാപിക്കുന്നത് is based on certain criteria. I will just simply explain these criteria in a very quick nutshell. അതായത് നിങ്ങൾക്ക് ചില ഫാക്ട്സ് ഉണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പം for example, when you are coming into a house, right, you see that the door is already open, stuff in your house is scattered, your wardrobe is open. What would you infer from that? There are multiple inferences that you can draw, but the most likely inference is that the explanation or the hypothesis that best explains ഈ കാണപ്പെടുന്ന ഡീറ്റെയിൽസിനെ ഏറ്റവും നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ആരോ someone broke into your house, right? So given a set of facts, given a set of details, what is the explanatory power that each hypothesis has? The same criteria is also used in science. For example, when you talk about the theory of atom, ഒരു atom എന്താണെന്ന് നാം പഠിക്കുമ്പോൾ സ്കൂളിൽ, we are also introduced to several theories that were put forward in the past. Dalton's theory, Rutherford's theory, അല്ലെങ്കിൽ the modern atomic theory. So several theories were put forward to explain certain details of the most
minute building block of matter, atom. Now ee pala theories ningal compare cheyyumbodathene you will actually pick the theory that has the best explanatory power. അഥവാ ഏറ്റവും അധികം facts neat ആയിട്ട് explain ചെയ്യുന്ന theory ആയിരിക്കും നാം choose ചെയ്യുന്നത്. അതേ method ആണ് historians use ചെയ്യുന്നത്. When you look at history and you have a certain set of facts, you will use that criteria that best explains for those details. എന്താണ് data? What is the data that we have around this particular event? Number one, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന historians 100% agree ചെയ്യുന്ന fact ആണ് that Jesus lived and they killed him on a cross, that he died on a Roman cross. Fact number two, the disciples had experiences that led them to believe that Jesus rose again. അഥവാ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ട്, now ഓർക്കണം, I'm not claiming that the atheist historian would actually agree that Jesus rose again, but what they will agree is that the disciples had some experience, whatever it was, that convinced them, avare adu convince cheyidu that Jesus rose again. I repeat that, they had some experiences. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, they had some experiences that convinced them that Jesus rose again. Fact number three, that the disciples these experiences completely transformed these disciples to the point that they were willing to die. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ ക്ലെയിം ചെയ്യുക മാത്രമല്ല, ആ ക്ലെയിമിന് വേണ്ടി കർത്താവിന്റെ ശിഷ്യന്മാർ, ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് ബൈബിളിൽ നിന്നല്ല. apart from the martyrdom of James the apostle, മറ്റ് പൗലോസ് ആകട്ടെ പത്രോസ് ആകട്ടെ മറ്റ് ശിഷ്യന്മാര്, that they suffered for that they were willing to die, we are getting from secular sources like Josephus പോലുള്ള ഫസ്റ്റ് സെഞ്ചുറി സെക്യുലർ ചരിത്രകാരന്മാരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ മറ്റ് ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിംഗ്സിൽ we are able to come to know what really happened to them. So they were willing to die for what they claimed. Number four, the resurrection message was promoted in early Christian history. ഈ ക്ലെയിം ഫസ്റ്റ് സെഞ്ചുറി തന്നെ, യേശുക്രിസ്തു ഏത് നൂറ്റാണ്ടിലാണ് നമ്മുടെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പെട്ടു എന്ന് നാം പറയുന്ന ഫസ്റ്റ് സെഞ്ചുറി തന്നെ, the message of the resurrection was widely promoted in the Greco-Roman world. Number five, Paul of Tarsus. Number 5 and number 6, we can actually put that together. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ എതിർത്ത കർത്താവിന്റെ സഹോദരനായ യാക്കോബ്, ആ യാക്കോബിന്റെ ലേഖനം വരുന്നത്. It is not the disciple. James thought that Jesus was mad, right? When we read the Gospels, we know that James was opposed to Christianity. പക്ഷെ ആ യാക്കോബ് became a Christian after seeing Jesus. When you look at 1 Corinthians 15, 1 Corinthians 15 അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ നോക്കുമ്പോൾ, we see that he appeared to James, and that's how actually James converted after his death and his resurrection. യേശുക്രിസ്തുവിന് ഭ്രാന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ കർത്താവിന്റെ സഹോദരനായ യാക്കോബ് became a Christian. So was Paul of Tarsus. Saul of Tarsus was again an opponent of Christianity. പക്ഷെ അദ്ദേഹവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് അദ്ദേഹം ക്രിസ്ത്യാനിയായെന്ന് മാത്രമല്ല, he became one of the greatest ambassadors of Christ, someone who was willingly tortured and put to death under the Roman regime. Lastly, discovery of the empty tomb by a group of women on a Sunday morning. Now, put together, ഞാൻ വേഗത്തിൽ അത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആദ്യത്തെ 6 ഫാക്ട്സും 90% plus historians, atheists, theists, Jewish, whatever their background is, relevant ഫീൽഡിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ചരിത്രകാരന്മാരിൽ 90% plus of them do not dispute the first 6 facts. The last fact is slightly less, but still it is a vast majority. 75% plus of scholars agree that the tomb was discovered by a group of women on the Sunday morning. Now, let me actually put some quick detail on the last point. യേശു ക്രിസ്തുവിനെ കണ്ടത് സ്ത്രീകളാണ്. If you watch the video that was put to promote or probably as a teaser for this session, ആ ചെറിയ 1 minute ക്ലിപ്പിനകത്ത് ഞാൻ I try to condense this, that ആ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ടെസ്റ്റിമണി ജൂവിഷും
റോമൻ കോടതികളിൽ അക്സെപ്റ്റ് പോലും ചെയ്യത്തില്ല. അത് നമുക്ക് മനസ്സിലാകുന്നത് നോൺ ക്രിസ്ത്യൻ റൈറ്റിംഗ്സ്, ജോസീഫസ് പോലുള്ള ചരിത്രകാരന്മാരും ജൂയിഷ് തൽമൂദിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ആ ഫസ്റ്റ് സെഞ്ചുറിയിൽ ഒരു കാര്യത്തിന് സാക്ഷിയായിട്ട് സ്ത്രീകളാണ് പറയുന്നെങ്കിൽ അത് കോടതിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയും പേട്രിയാർക്കൽ ആയിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വാസ് ദ ബേസിസ് ഫോർ ക്രിസ്ത്യാനിറ്റി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന ഉള്ള ക്ലെയിമിലായിരുന്നു ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. അപ്പൊ ഒരു കള്ളക്കഥ മെനഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ട പുഷ് ചെയ്യാൻ വേണ്ടി ആണ് അവർ ട്രൈ ചെയ്തിരുന്നെങ്കിൽ അവരൊരിക്കലും യേശുക്രിസ്തുവിനെ ആദ്യം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം കണ്ടത് സ്ത്രീകളാണെന്നുള്ളൊരു ക്ലെയിം അവർ വെക്കത്തില്ല. ഐ റിപ്പീറ്റ് ദാറ്റ്. ഒരു ഒത്തന്റിസിറ്റി നേടാൻ വേണ്ടി ആയിരുന്നു അവരുടെ ശ്രമമെങ്കിൽ, അവരുടെ മൂവ്മെന്റ് ഒരു ഒത്തന്റിസിറ്റി കിട്ടാൻ വേണ്ടി ആയിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ ഞാനും പത്രോസും മത്തായിയും യോഹന്നാനും ഞങ്ങളൊക്കെ രാവിലെ പുരുഷന്മാർ ഞങ്ങൾ നേരിട്ടാണ് കർത്താവിനെ കണ്ടത്. പക്ഷേ അവരെ പറ്റി തന്നെ എംബാരസിംഗ് ഡീറ്റെയിൽസ്, അവരെ പറ്റി തന്നെ ചില നാണം കെടുത്തുന്ന ഡീറ്റെയിൽസ്, ദാറ്റ് ദേ വേർ സ്കേർഡ്, റൈറ്റ്? യേശുക്രിസ്തുവിനെ ഗെത്സമനെ പിടിക്കുമ്പോൾ അവരെല്ലാം ചിതറിപ്പോയി. That they were completely scared, that they were locked indoors, and it was women who actually saw Jesus firsthand, that they were the first witnesses to the greatest event in history. Public ആയിട്ട് അവരത് ആ രീതിയിൽ തന്നെ രേഖപ്പെടുത്തുന്നെങ്കിൽ that actually increases the confidence in the text. Historians ആ criteria, they call it the criteria of embarrassment. അഥവാ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ, ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റിൽ അത് രേഖപ്പെടുത്തുന്ന വ്യക്തികളെ പറ്റി തന്നെ എംബാരസിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ യു ക്യാൻ നോ ദാറ്റ് വാസ് നോട്ട് എ പ്രൊപ്പഗൻഡ, ബട്ട് ദാറ്റ് വാസ് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. നടന്ന കാര്യം തന്നെയാണ് അവർ രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ദ ക്രൈറ്റീരിയ ഓഫ് എംബാരസ്മെന്റ്. മറ്റ് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ഇൻ ടു ദാറ്റ്. ദ ക്രൈറ്റീരിയ ഓഫ് മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ, അഥവാ ഒരു സംഭവം നടന്നു, ആ സംഭവത്തിനോട് ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അതേ ജനറേഷനിൽ തന്നെ ജീവിച്ചിരുന്ന, അത് കണ്ട ആൾക്കാരുടെ ആ ടൈമിൽ തന്നെ ജീവിച്ചിരുന്ന പല വ്യക്തികളും, ഒന്നിലധികം ആൾക്കാർ ആ സംഭവം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദ കോൺഫിഡൻസ് ഗോസ് അപ്പ്. നമുക്കറിയാം ഇന്നും അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ അടുത്ത ദിവസം മാതൃഭൂമി, മനോരമ, പല പത്രങ്ങളിലും യു വിൽ ഹാവ് ഇൻഡിപെൻഡന്റ് വേർഷൻസ് ഓഫ് ദാറ്റ് സ്റ്റോറി ഓർ വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. അതേ രീതി തന്നെ ആ കാലഘട്ടത്തിൽ പത്രമൊന്നുമില്ല. ഈവൻ ടു ഗെറ്റ് എ പേപ്പർ is very costly. The entire art of writing, the entire expense of writing on getting a papyrus, getting the ink and writing was a very difficult task. പക്ഷെ ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന് സമകാലികനായിരുന്ന ഏറ്റവും എലീറ്റ് ഫിഗർ അന്നത്തെ കൈസറാണ്, സീസർ ടൈബീരിയസ്. പക്ഷെ സീസറിനെ പറ്റിയുള്ള ആദ്യത്തെ റിട്ടേൺ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് സീസർ ടൈബീരിയസിന്റെ കാലം കഴിഞ്ഞിട്ട് ഏതാണ്ട് 100 വർഷം കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ടിലാണ് Annals of Tacitus is written by Tacitus, the Roman historian. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ക്രിസ്തുവിനെ പറ്റിയുള്ള ഹിസ്റ്ററി 4 ഇൻഡിപെൻഡന്റ് ബയോഗ്രാഫേഴ്സ്, the gospels that we have, they wrote it down within the next 40 to 50 years. That is extremely close. Then you have the letters of Paul, you have other ബൈബിളിന് പുറത്തുള്ള പല writings like people like Clement and Polycarp, അങ്ങനത്തെ both and people like Josephus, secular as well as Christian sources outside the Bible, all coming in that very generation. So criteria of embarrassment ഉണ്ട്, criteria of multiple attestation, and there are more ways to actually ascertain it. The other being the criteria of language, that ഇപ്പം നമുക്കറിയാം ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിൽ ഒരു റൈറ്റിംഗ് എടുത്ത് നാം വായിക്കുവാണെങ്കിൽ നമുക്ക് ആ ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അറിയാം ദിസ് ബിലോങ്സ് ടു ദ ഷേക്സ്പിയറിയൻ എറ, റൈറ്റ്? എവറി എറ ഹാസ്, ഡിസ്പൈറ്റ് ദ ലാംഗ്വേജ് ഇസ് ദ സെയിം, ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ ആക്ച്വലി കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദിസ് ബിലോങ്സ് ടു എ സർട്ടൻ എറ. അത്രയും പല ക്രൈറ്റീരിയസും യൂസ് ചെയ്തുകൊണ്ട് തന്നെ we can actually ascertain the historicity of a text. Anyway, there are more criteria that if you're interested, you can actually read more on that. It's called the criteria of authenticity. All of these criteria that historians use. Now, these facts and namakku ichud onnu shorten cheyyam for the
time's sake. One is that Jesus died on the cross. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന കാര്യം historians agree. Number two, the discovery of the empty tomb. മൂന്ന് ദിവസം കഴിഞ്ഞ് Sunday morning, the tomb was found to be empty. Third, early eyewitness claims of seeing Jesus or experiencing the risen Christ. അതായത് ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം that tomb was found empty. After that, the disciples and several people claimed that they saw Jesus very early they claimed. And then you have the conversion of Saul and James that I already spoke about. Now, early eyewitness claims ne patti parayumbol, because this topic is a very vast one, I actually excluded a lot of details that I'm actually, I'm not putting that in the slide, but I'm just trying to briefly touch on these as well. 1 Corinthians 15 അധ്യായത്തിലെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, in your spare time just read those verses. ഈ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഹിസ്റ്റോറിയൻസ് എല്ലാവരും തന്നെ അഗ്രി ചെയ്യുന്ന കാര്യമാണ്. that the list of people that is given there, that he appeared to Cephas, he appeared to James, he appeared to Paul, he appeared to more than 500, he appeared to the 12 disciples. These set of people, ആ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ is not something that Paul originally wrote down. അതായത് പൗലൂസ് മറ്റെവിടുന്നോ കോട്ട് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തൊരു ക്രീഡ് ആണ് നിങ്ങൾ ആ വാക്യങ്ങളിൽ കാണുന്നത്. I'm talking about first Corinthians 15 verse 3 to 8. ആ വാക്യങ്ങളിൽ കാണുന്നത് അത്ര പല വാക്യങ്ങളും you can actually, for example, യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത് വാഴ്ത്തി ഞുറുക്കി എന്നൊക്കെയുള്ള ഭാഗം first Corinthians 11, ആ ഭാഗങ്ങളൊക്കെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ച്, I'm just receiving it and giving it over to you. So those were actually creeds in the early church. So Paul is not originally writing it, he's simply quoting what already existed. Now the interesting detail about that is historians unison, they all agree that particular creed. So if you look at verse 3, 1 Corinthians 15 verse 3, അവിടെ പൗലോസ് പറയുന്നത് I delivered to you, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡെലിവർ ചെയ്യുകയാണ്, what I also received, എനിക്ക് കിട്ടും. And then he quotes that creed. That creed, historians agree that creed was actually formulated very early, in as much AD 30 to 33. അതായത് യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വർഷം AD 30, അതിനോട് ഏതാണ്ട് 3 വർഷത്തിനുള്ളിൽ തന്നെ, അഥവാ ചില മാസങ്ങളുടെ അകത്ത് തന്നെയാണ് ഈ creed was actually formulated. And I can, even atheist historians like Gerd Ludemann, അദ്ദേഹം ഒരുപക്ഷെ ഈ റീസെന്റ് എറ അദ്ദേഹം പറയുന്നത് you cannot put that creed more than 2 years later. അഥവാ AD 32 മുൻപോട്ട് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല, because that is dated very, very early. So that is an extraordinary piece of evidence material that we have. അതായത് 2020 നടന്ന ഒരു സംഭവത്തെ പറ്റി ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ that is a very early attestation, extremely close, because all the people of that time are still around. അത്രയും early ആയിട്ടുള്ള evidence, when you compare with secular events, you don't have such quality of evidence anywhere. Now, last fact is the astonishing rise of Christianity in the first century. പലപ്പോഴും നമ്മൾ നിരീശ്വരവാദികളോട് സംസാരിക്കുമ്പോൾ they actually probably might say, based on very loose reading, that okay, the Roman Empire was Christian, അതുകൊണ്ടാണ് Christianity became the dominant religion in the West. That is a false claim. Christianity official religion അല്ലെങ്കിൽ Catholicism Roman Empireന്റെ official religion ആകുന്നത് AD 4-ാം നൂറ്റാണ്ടിലാണ്, അഥവാ more than 300 years after Christianity began. പക്ഷെ ആദ്യത്തെ 2 സെഞ്ചുറിയിൽ Christianity grew at an exponential rate. A exponential curve, we know what an exponential curve looks like, right? കോവിഡിന്റെ ആദ്യ സമയത്തൊക്കെ when we used to look at the COVID graph, that used to be an exponential curve. ആ രീതിയിലാണ് Christianity first and second century വളർന്നത്. It was growing at an alarming rate of 40% per decade. I'll just come to those numbers later. അത്രയും ഫാസ്റ്റ് ആയിട്ട് Christianity grew. What really explains that?
അഥവാ ആദ്യത്തെ 2 സെഞ്ചുറീസിൽ ഒരു പൊളിറ്റിക്കൽ പവറും ഒരു പ്രിവിലേജും ഇല്ലാന്നിട്ട് പോലും ക്രിസ്ത്യാനിറ്റി ഗ്രൂ at an super alarming rate across the Jewish and the Greco-Roman world. What really explains for these facts? So the question is, ഈ 5 ഫാക്ടുകൾ മാത്രം എടുക്കുക, ഹിസ്റ്റോറിയൻസ് എല്ലാവരും അഗ്രി ചെയ്യുന്ന ഈ 5 ഫാക്ടുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന what is the best explanation that we have? What is the theory that best explains? I don't know if ഈ കേൾക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും BA ഹിസ്റ്ററിയോ MA ഹിസ്റ്ററിയോ വല്ലതും പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. But if you are one of them, or if you have friends, this name that you can see on the screen, C. Behen Mekulla. C. Behen Mekulla is probably the the most important criteria setting person or historian of that, ഏത് ക്രൈറ്റീരിയ ആണ് ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ അത് ഡിഫൈൻ ചെയ്ത ചരിത്രകാരനാണ് സി ബേഹൻ മെക്കുള്ള. അദ്ദേഹത്തിന് ലോജിക് ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകവും justifying historical descriptions, these books are actually used to study history, or ഏതെങ്കിലും ഒരു സംഭവം ഹിസ്റ്റോറിക്കൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ പ്രോപ്പർ ഹിസ്റ്ററിയിൽ യൂസ് ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ബുക്സ് ആണ്. ബേഹൻ മെക്കുള്ളയുടെ വാക്കുകളിൽ, if the scope and strength of an explanation are very great, that it explains a large number and variety of facts, many more than any competing explanation, then it is likely to be true. നമ്മൾ ആദ്യം ഷെർലക് ഹോംസിന്റെ കാര്യത്തിൽ വായിച്ച അതേ സ്റ്റേറ്റ്മെന്റിന്റെ തന്നെ ഒരു മോർ അക്കാഡമിക് വേർഷൻ ആണ്. ദാറ്റ് പല തിയറീസ് ഉണ്ടെങ്കിൽ the theory that best explains, ഒരു ലിസ്റ്റ് ഓഫ് ഫാക്ട്സ് നമ്മുടെ കയ്യിലുണ്ട് that we just saw, ആ ഫാക്ട്സിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് would be this criteria. If you want to read more on the historical method, just Google historical method, get any article, probably Stanford Encyclopedia, like Wikipedia, wherever you can read about the historical method, you will see this person's name and the criteria that he put forward. Because I have the paucity of time, I'm very quickly running through these slides. എന്താണ് മറ്റ് ഹിസ്റ്റോറിയൻസ് അഥവാ നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ളത്? So the question that we might have is, if the evidence is strong, what are the alternate theories that have been put forward to explain the event or what really happened on that Sunday morning? ഇതിന് ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു മിറക്കിൾ ക്ലെയിമിലും, നമുക്കറിയാം ഖുറാനിലോ അല്ലെങ്കിൽ മറ്റ് പല മതഗ്രന്ഥങ്ങളിലൊക്കെ മിറക്കിൾ ക്ലെയിംസ് ഉണ്ട്, അത്ഭുതങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അത്ഭുതങ്ങളെ ഒന്നും ഹിസ്റ്റോറിയൻസ് പഠിക്കുന്നില്ല. But this particular miracle claim has been investigated എന്ന് മാത്രമല്ല, അവിടെ നടന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ പോലും ഒരു കൺസെൻസസ് ഇല്ല. That there is no one natural explanation on which secular atheist historians agree upon. Historians from the other side, ക്രിസ്ത്യാനിറ്റിക്കെതിരെ വാദിക്കുന്ന ഹിസ്റ്റോറിയൻസ് അവര് പോലും ഒരു തിയറിയിൽ അഗ്രി ചെയ്യുന്നില്ല. അവര് പോലും പല തിയറീസും they have put forward to explain what must have happened. ഈ തിയറീസിനെ പറ്റി നിങ്ങൾക്ക് just note down the names. You can actually read more on them. First is stolen body theory. അഥവാ യേശുക്രിസ്തുവിന്റെ ബോഡി ശിഷ്യന്മാർ തന്നെ they stole the body and they tried to put up a show and they tried to claim that it was a hoax, that they created that hoax and their idea was a propaganda to push their particular claim or their religion. So that particular theory is called stolen body hypothesis. There is also the soon hypothesis. Soon hypothesis claim ചെയ്യുന്നത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല, but he just appeared to die. നമുക്കറിയാം മുസ്ലിംസോടൊക്കെ നാം സംസാരിക്കുമ്പോൾ അവര് മുൻപോട്ട് വെക്കുന്ന ഒരു തിയറിയാണ് that Jesus did not die. But that is completely rejected. ആ തിയറി ഇന്ന് ഹിസ്റ്റോറിയൻസ് അഗ്രി ചെയ്യുന്നില്ല because the weight of evidence, medical evidence, I mean, probably I don't have time to get into those details, but even medical scientists have actually looked at the details of crucifixion and they've argued that it is impossible that he would have survived the cross. So Yesu Christu marichilla, but he survived ennolla claim വെക്കുന്ന പല theories ഉണ്ട്. But all of these theories actually fail to explain the data. There are more theories that have been put forward. There is the substitution hypothesis. അതൊക്കെ കേട്ടാൽ തന്നെ വളരെ these are all theories. Basically, the twin or the substitution hypothesis basically claims that യേശു ക്രിസ്തുവിന് ഒരുപക്ഷെ ഒരു twin brother ഉണ്ടായിരുന്നു
and he was away from town. After Jesus died, this person comes back to the town. Everyone sees him and thinks that he was, the Jesus who came back to life. അത്രയും പല അബ്സേർഡ് ആയിട്ടുള്ള തിയറീസ് പോലും നിരീശ്വരവാദികൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ബട്ട് ഇന്ന് atheist historians ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് നിങ്ങൾ സെക്കൻഡ് കാണുന്ന hallucination hypothesis. So I'll just probably put some pointers on that particular theory and then we will close. That the claim is that they all agree that they saw something that convinced them. ഈ ശിഷ്യന്മാരെ they were convinced that Jesus rose again. കാരണം why do these secular historians agree that? Because when they look at history, they cannot deny the fact that these disciples claimed that they saw Jesus. They made a very genuine claim. ആ ക്ലെയിമിന് വേണ്ടി അവർ മരിക്കുവാൻ വരെ തയ്യാറായിരുന്നു. അവരും when you talk about Paul, Peter, James and all of these people, you have first century തന്നെ you have multiple lines of evidence or multiple written actual evidence that these people suffered and died for that claim. They were brutally killed. For example, ഒരു മെത്തേഡ് തന്നെ മാത്രം സൂചിപ്പിക്കുകയാണെങ്കിൽ the writer of the Gospel of Luke and Acts, the person called Luke, അദ്ദേഹത്തെ കൊല്ലുന്നത് രണ്ട് സൈഡിലും ചാരിയറ്റ്സ് കെട്ടിയിട്ട്, രഥങ്ങൾ കെട്ടിയിട്ട്, they would ride the chariots on both sides, and when you do that, his body would be torn apart. അത്ര രീതിയിൽ പോലും കൊല്ലുന്ന സമയത്ത് പോലും they did not deny the fact that Jesus rose again and that he was actually God. Take the example of James. ഞാൻ നേരത്തെ പറഞ്ഞ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് കർത്താവിനെ ഏറ്റവും അധികം എതിർത്ത കർത്താവിന്റെ സ്വന്തം സഹോദരനായിരുന്ന യാക്കോബ്, കർത്താവ് മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി കഴിഞ്ഞിട്ടാണ് he became a Christian, he became the bishop of Jerusalem. അദ്ദേഹത്തെ എപ്രകാരമാണ് കൊന്നത് അല്ലെങ്കിൽ how he became a martyr, അത് രേഖപ്പെടുത്തുന്നത് ക്രിസ്ത്യൻ റൈറ്റേഴ്സ് മാത്രമല്ല, സെക്യുലർ ഹിസ്റ്റോറിയൻസ് like the Roman historian Josephus പോലുള്ള ആൾക്കാര് അത് രേഖപ്പെടുത്തുമ്പോൾ they write that ആദ്യം അദ്ദേഹത്തെ ടെമ്പിൾ ടോപ്പിൽ നിന്ന് അഥവാ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തെ താഴോട്ട് they actually threw him down and there was a little bit of life left in him. അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, if you are willing to recant, യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ we are willing to spare you. In the little life that he had, he still stuck to that claim and then he was stoned to death. When you look at those details, these historians, atheist historians, they cannot deny the fact that they had some experiences that convinced them that Jesus was God and that he was back from the grave. So they put forward one theory that they use today is the hallucination hypothesis. Now I don't have time to actually go through the other claims that I put forward, the theories, but നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ apparent death hypothesis, if you put that on the screen, you can just run your eyes through it. The problem is, just look at this particular example. Swoon hypothesis, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല. That is something that even Muslim friends might say. Now that theory, നമ്മൾ ആദ്യം കണ്ട ഫാക്ട്സിനെ keep in mind. ആ ഫാക്ട്സിൽ നിന്ന് discovery of the empty tomb, early eyewitness claims, probably that theory can explain. എന്നാലും ഏർലി ഐവിറ്റ്നസ് ക്ലെയിംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം യേശുക്രിസ്തു ക്രൂശ് സർവൈവ് ചെയ്തിട്ട് ആ ഒരു കണ്ടീഷനിൽ അല്പം ജീവൻ ബാക്കി വന്നു എന്ന് തന്നെ വിചാരിച്ചാൽ പോലും ഒരു ഗ്ലോറിയസ് റിസറക്ഷൻ ആണ് നടന്ന് എന്നത് കൺവിൻസ് ചെയ്യാൻ അത് പറ്റില്ല. ബിക്കോസ് he would still be as good as a broken dead man. So even if you grant that, okay, probably that might still be accounted, it does not explain for some crucial facts. Firstly, the fact that he died. That particular fact is granted by all historians today. The conversion of Saul of Tarsus and James. കാരണം യേശുക്രിസ്തുവിനെ എതിർത്തിരുന്ന വ്യക്തികൾ പോലും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അഗ്രി ചെയ്ത്. This particular theory cannot account for that detail. It cannot account for the astonishing rise of the Christian movement. അതുകൊണ്ട് തന്നെ the swoon theory fails. Jesus definitely died on the cross. I've just put some details here. കർത്താവ്, just look at the medical evidence. If you're interested to read on that, you can reach out to me. I can give more resources. ഒരു എക്സാമ്പിൾ മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവ് രക്തം വിയർത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. അത് ഇന്ന് അന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് സുവിശേഷകന്മാരൊന്നും അത് രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ ലൂക്കോസ് വാസ് എ ഫിസിഷ്യൻ and probably he was intrigued by what might have happened. He just wrote it down. പക്ഷെ ഇന്ന് modern medical science knows the condition to be, it's called hematidrosis in modern medical science. Despite the fact that they found it very strange,
Luke actually wrote it down. That actually shows the authenticity and the genuinity of the writing, despite finding it strange. But in the Adunika medical science, it's able to see. Anyway, I'll not spend more time there. On the physical death of Jesus Christ, or article the Journal of American Medical Association, which is probably one of the most prominent peer-reviewed medical science journals in the world, adil Yesu Christuinte crucifixion medical details which is examine cheyunna peer reviewed. There are several peer reviewed articles that have come forward in recent years. They conclude the weight of historical and medical evidence indicates that Jesus was dead even before the wound in his side was inflicted. So you can be extremely confident that the crucifixion was fatal and Jesus did die on the cross. So Yesu Christu crucial, was he able to survive? Did Jesus survive the cross? Look at these two. Just run your eyes through these words by Gerd Ludemann, John Dominic Crossan. രണ്ടുപേരും atheist historians ആണ്. They are not Christians. They are atheists. They are basically saying that യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല എന്നുള്ളൊരു വാദം അക്കാഡമിക് ലോകത്തിൽ വെക്കുകയാണെങ്കിൽ it need not be discussed any further. John Dominic Crossan, again an atheist historian, is saying that even if you do not have any Christian writers writing about it, you have two excellent sources, non-Christian sources from the first century, Tacitus and Josephus, acknowledging the fact that he did die. Now, all of these pointers and just adding another, probably atheists might not come with this claim, but you might have Muslim friends who might just bring up such claims based on the Quran. But the Quran is not, in passing, let me note, historians use in the text പോലും അല്ല Quran, because യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ 500 അല്ലെങ്കിൽ 600 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഗ്രന്ഥമാണത്. So apart from religious folks, unlike the Gospels, historians do not take the Quran as a historical source. Anyway, quickly to the next. Now, post-mortem appearances. എന്താണ്, what do non-Christians historians actually say about this? Gerd Ludemann, atheist historian, അദ്ദേഹം പറയുന്നത് it may be taken as historically certain. അദ്ദേഹത്തിന്റെ പുസ്തകം what really happened to Jesus എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു ഹിസ്റ്റോറിയൻ എന്ന നിലയ്ക്ക് it can be taken as historically certain that Peter and the disciples had experiences after Jesus's death in which Jesus appeared to them as the risen Christ. I'm just putting one atheist historian here. There are several other non-Christian historians. Bart Ehrman, probably if you follow these things, you may have heard his name, Bart Ehrman, one of the most prominent agnostic Christianity എതിരെ വാദിക്കുന്ന ഒരു historian ആണ് Bart Ehrman. Bart Ehrman വാക്കുകളിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് മാത്രമല്ല ഈ ശിഷ്യന്മാർ ക്ലെയിം ചെയ്തത്. they were convinced, he says, that body had real bodily characteristics, that it could eat, it could talk, it could move around. അത്രയൊരു physical appearanceൽ തന്നെ ക്രിസ്തു തിരിച്ചു വന്നു എന്നുള്ള കാര്യത്തിൽ the disciples were utterly convinced. They were strongly convinced. So I can actually quote n number of atheist historians who would grant you that. Let's look closely at the hallucination hypothesis. Hallucination hypothesis can explain some of the facts, like യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, no problem, it can explain. Early eyewitness claims, അവരെന്തോ കണ്ട്, okay, it can be an hallucination, they were merely hallucinating. That probably it can explain, but it cannot explain the discovery of the empty tomb. It cannot explain the conversion of people who were opposed to Christianity. It cannot explain the astonishing rise of Christianity. Just think about it. If they were merely hallucinating, പത്രോസും മറ്റു ശിഷ്യന്മാരും ഒക്കെ അവർക്കൊരു ഗ്രീഫ് ഹാലൂസിനേഷൻ ആയിരുന്നെങ്കിൽ what they had to do was just go to the tomb and verify അകത്ത് ബോഡി ഉണ്ടോ ഇല്ലയോ എന്ന്. But it cannot explain the fact of the empty tomb. Van Dalen again ക്രിസ്ത്യൻ അല്ല, സ്കെപ്റ്റിക്കൽ ഹിസ്റ്റോറിയൻ. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആദ്യം കണ്ട ആ ഷെർലോക്ക് ഹോംസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. What he says is, it is extremely difficult to object to the empty tomb on historical grounds. അഥവാ ഹിസ്റ്റോറിയൻ എന്ന നിലയ്ക്ക്, as a historian, on historical grounds, you cannot object to the fact of the empty tomb. Those who deny it are denying it based on philosophical presuppositions or philosophical assumptions. അഥവാ
അതിനെ deny ചെയ്യുന്ന naturalistic historians, they are denying it not basis the rules of history. They are actually having a philosophical presupposition that a miracle is impossible, and they are trying to twist the facts. They are trying to twist the facts to suit the theory. ഞാൻ ആ നേരത്തെ ആ മിനിമൽ ഫാക്ട്സ് പറഞ്ഞപ്പോൾ ഒരു ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ കൊടുത്തായിരുന്നു. 75% ചരിത്രകാരന്മാരാണ് empty tomb-നെ അംഗീകരിക്കുന്നത്. Rest 25%. And you may ask why? Is it because the evidence is not good? 90% of plus historians agree to the other facts, but what makes the although it's a minority, some 25%, they're trying to push back against that particular fact. They're trying to push back because they want to twist facts. Hallucination theory defend ചെയ്യണമെങ്കിൽ empty tomb-ന്റെ fact പറ്റില്ല. കാരണം empty tomb-ന്റെ fact this particular theory cannot explain. I hope that this is not too much of an overload. I'm trying to put much details in quick words. Paul L. Meyer, Western Michigan University history department chair ആയിരിക്കുന്ന ചരിത്രകാരന്മാർ historian പറയുന്ന ഇങ്ങനെ, if all the evidence is weighed carefully and fairly, it is indeed justifiable according to the canons of historical research that the tomb was really empty. In a nutshell, right, it was really empty. No shred of evidence has been discovered in literary sources, epigraphy or archaeology that would disprove the fact that Sunday morning സ്ത്രീകൾ ആ tomb ചെല്ലുമ്പോൾ the tomb was really empty. Let's come back to Sherlock Holmes and conclude. Sherlock Holmes മറ്റ് ഒരു ഭാഗത്തിൽ വാട്സനോട് പറയുന്ന മറ്റൊരു റൂൾ ഉണ്ട്. That is this, that മറ്റ് എല്ലാ contingencies-ഉം fail ആകുമ്പോൾ there is whatever remains, however improbable, must be the truth. നിങ്ങൾ എവിഡൻസ് നോക്കുന്നതിന് മുൻപ് okay, a resurrection is impossible എന്നുള്ള ഒരു intuition വെച്ച് ആണ് നിങ്ങൾ എവിഡൻസ് നോക്കുന്നെങ്കിൽ, after you consider all the other contingencies, all the other theories, and they're not able to account for the facts, whatever theory that might look improbable and shocking, that must be the truth. That must be the truth. The Yeshu Kristu uyerternettu enna hypothesis fits the data. It fits the data. It explains death on the Roman cross. It explains the empty tomb. It explains the claims of seeing Jesus. It explains the conversion of Saul of Tarsus and James. It explains the astonishing rise of the Christian movement. It explains all the details. It explains why they were willing to die for that claim. All of that is explained. എല്ലാ ഞാൻ നേരത്തെ ഹിസ്റ്റോറിക്കൽ മെത്തേഡിന് മുൻപോട്ട് വെച്ച ക്രൈറ്റീരിയസ്, എക്സ്പ്ലനേറ്ററി പവർ, എക്സ്പ്ലനേറ്ററി സ്കോപ്പ്, പ്ലോസിബിൾ, അഡ്ഹോക്നെസ്, ഈ ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ ഈ ഒരു തിയറി മീറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹൈപ്പോത്തസിസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി ദ ഡൈലമ ഓഫ് ക്രിസ്ത്യാനിറ്റീസ് എക്സ്പോണൻഷ്യൽ റൈസ്. ക്രിസ്ത്യാനിറ്റി ഗ്രൂ അറ്റ് ആൻ അസ്റ്റൗണ്ടിങ് റേറ്റ്. ഇത് പറയുന്ന റോഡ്നി സ്റ്റാർക്ക് ആണ്, അഗെയിൻ നോട്ട് എ ക്രിസ്ത്യൻ, പക്ഷേ സോഷ്യോളജിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഈ വിഷയം പഠിച്ച് സ്കോളേഴ്സിൽ ഏറ്റവും പ്രോമിനന്റ് വർക്കാണ് അദ്ദേഹം എഴുതിയ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. You can note it down. He's not arguing for Christianity. He's not a Christian, but he is basically writing about the rise of Christianity. അദ്ദേഹം സെൻസസ് നമ്പേഴ്സ് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് it grew at an astounding, note that word, astounding rate of 40%. പ്രതി ഡെക്കേഡിൽ 40% റേറ്റിലാണ് ക്രിസ്ത്യാനിറ്റി ഫസ്റ്റ് 2 centuries, ഡിസ്പൈറ്റ് നീറോ പോലുള്ള ആൾക്കാര് നീറോയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ കത്തിച്ച് റോമൻ റോഡുകളിൽ, ഗാർഡൻസിൽ, റോമൻ ലോണുകളിലൊക്കെ ക്രിസ്ത്യാനികളെ കത്തിച്ച് സ്ട്രീറ്റ് ലൈറ്റിന് പകരം തൂക്കുന്ന ആ കാലഘട്ടത്തിൽ, in AD 60s 70s, അങ്ങനത്തെ പെർസിക്യൂഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ പോലും ക്രിസ്ത്യാനിറ്റി ഗ്രൂ at an alarming rate. ഞാൻ നേരത്തെ എടുത്ത പേരാണ് ബാർട്ടർമാൻ, അഗ്നോസ്റ്റിക് ഏത്തീസ്റ്റ് ഹിസ്റ്റോറിയൻ. അദ്ദേഹം പറയുന്ന വാക്കുകൾ just run your eyes through it. He says that it is a historical fact that some of Jesus' followers came to believe that he had been raised from the dead soon after his execution. If you go on to read, if they had not claimed that, we would not have Christianity. They did claim it. Moreover, they did claim that they knew he rose precisely because some of them saw him alive afterward. No one can doubt that. Avരുടെ claim, that avരുടെ genuinity, a claim and authenticity, no one can actually doubt. Even if you are going to push back about what exactly happened, you cannot push back against all the other facts that you have that can only be accounted by the fact that Jesus rose.
That is the dilemma of Christianity exponential rise. Robert Funk, Luke Timothy Johnson, all of these folks are prominent historians. Robert Funk is the co-founder of Jesus Seminar. അതായത് യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റിക്കെതിരെ ഒരു സ്കോളർലി സ്കൂള് 20th സെഞ്ചുറിയിൽ തുടങ്ങിയ ഒരു സ്കൂളാണ് ജീസസ് സെമിനാർ. ഓൾ സ്കെപ്റ്റിക്കൽ ഏത്തീസ്റ്റ് ഹിസ്റ്റോറിയൻസ്. പക്ഷേ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് the conviction that Jesus had risen from the dead had already taken root by the time that Paul had converted about AD 33. So such strong was the conviction. Finally, I'll close with the words of N.T. Wright, Oxford University ചരിത്രകാരൻ. He was the faculty of classics at the Oxford University. അദ്ദേഹം he notes that as a historian I cannot explain the rise of early Christianity unless Jesus rose again, leaving. There is no other way that you can actually account for these facts. I know that നമ്മൾ എപ്പോഴും എടുക്കുന്നതിനേക്കാളും കുറച്ച് we have spilled over roughly 12 minutes. With this I would like to close that historically, and ivideയും I have not actually covered a lot of evidence that I would have liked to, but if you are interested to read more, if you are interested to understand better, feel free to reach out. There are more resources that I put on the slides, obviously, and you can also reach out to the Carpenter's Desk on Instagram. We can actually send you more resources. ഇന്നും അക്കാഡമിയിൽ റെസ്പെക്റ്റഡ് ഒരു ക്ലെയിം ആണ് that Jesus rose again. There are historians out there that are defending it, and you can be sure that Jesus did rise on the third day. May God bless you with these words. Thank you, Brother Asher. Sorry everyone, നമ്മൾ ഈ ടോപ്പിക് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അത്രയും നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ പോകും. സോ ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കാണത്തില്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെക്കുക. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ സിനി അങ്കിൾ വിൽ ബി ഗിവിംഗ് കൺക്ലൂഷൻ, ക്ലോസിംഗ് പ്രയർ ആൻഡ് ബെനഡിക്ഷൻ. ഓവർ ടു ഡോക്ടർ സിനി ജോസ് മാത്യു. ദൈവനാമത്തിന് സ്തോത്രം. വളരെ മനോഹരമായ ഒരു ക്ലാസ് ആണ് നമ്മൾ കേട്ടത്. ഒരുപക്ഷെ നമ്മൾ അതിന്റെ എല്ലാ കണ്ടന്റും നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റത്തില്ല ആയിരിക്കാം. കാരണം ഒരു ഷോർട്ട് സ്പാൻ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് മനസ്സിലാകുന്ന കാര്യമല്ല ഇത്. അപ്പം അതിന്റെ അർത്ഥം ഇത് വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നും അല്ല. ഞാൻ മോർ ദാൻ എ കാർപ്പൻ്റർ എന്ന് പറയുന്നൊരു മറ്റൊരു ബുക്ക്, അത് വളരെ ജോഷ് മാക്ഡോവലിന്റെ ആണെന്ന് തോന്നുന്നു. ആ ബുക്കൊക്കെ ആദ്യകാലങ്ങളിൽ വായിച്ചിരുന്നത്. അപ്പം അതിനേക്കാളൊക്കെ വളരെ ഡീപ്പായിട്ട് വീണ്ടും അപ്പോളജറ്റിക് സ്കൂൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇന്ന് ആഷർ നമ്മുടെ മുമ്പിൽ വെച്ചത്. നിങ്ങളിത് കേട്ടിരുന്നാൽ മതി. ഇത് പക്ഷേ പഠിക്കാനായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ പഠിക്കണം. പക്ഷേ അല്ലാത്തവർക്ക് പോലും ഇത് കൺവിൻസിങ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ബോധ്യമാണ്, ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള ഒരു കൺവിക്ഷനും ഒരു ഉറപ്പുമാണ് ഉണ്ടാകേണ്ടത്. അത് എവിഡൻസ് വെച്ച് നമ്മളിപ്പം മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാമെങ്കിലും നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ നിന്ന് പുറകിലേക്ക് പോവില്ല. ഇന്ന് കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു ഞാൻ കരുതുന്നു. കർത്താവിന് വേണ്ടി നിൽക്കുവാനും അവന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി, നാളെ ഈസ്റ്റർ സൺഡേ ആണ്, ഒരുപക്ഷെ ഡേറ്റ് ഒരുപക്ഷെ മാച്ച് ചെയ്യുന്നില്ലായിരിക്കാം, എങ്കിലും ഈസ്റ്റർ സൺഡേയിലെ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വലിയൊരു കൺവിക്ഷനോടുകൂടി ഒരു ബോധ്യത്തോടുകൂടി നാളെ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആഷറിനോട് നന്ദി അറിയിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. നിന്റെ എല്ലാ കൃപകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ 1000 നന്ദി പറയും. കർത്താവെ, നിങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഉയർപ്പ് കർത്താവെ ഞങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും അപ്പുറത്താണ്. താങ്ക് യു ഫോർ ക്ലിയറിംഗ് ഓൾ അവർ ഡൗട്ട്സ് ലോർഡ്. സോ വി നോ ദാറ്റ് യു ആർ ദ ലോർഡ്, യു ആർ ദ റിസൺ ലോർഡ്. ദാറ്റ് ഈസ് വൈ വി ലിവ്. ഞങ്ങളുടെ വിശ്വാസത്തിന്റെയും ഞങ്ങളുടെ പ്രത്യാശയുടെയും ഒക്കെ കാരണം ഞങ്ങളുടെ ഉയർപ്പാണല്ലോ. അതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളെ കൂടുതൽ ഞങ്ങൾ അടുപ്പിക്കുമാറാകണമേ. ഞങ്ങൾ കേൾക്കുന്ന ചരിത്ര സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ നിന്നെക്കുറിച്ചുള്ള കർത്താവെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടെ ഡീപ്പറാക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ് എടുത്ത കർത്താവെ അഷറിനെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ശക്തമായി നിനക്ക് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി ദൈവ രാജ്യത്തിന്റെ വസ്തുനിഷ്ഠമായ ഫൗണ്ടേഷനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് ജോയൽമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ടുകൾ പാടിയ ട്രിവാൻഡ്രം ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും സഹായിക്കണമേ, വീണ്ടും പരസ്പരം കാണുവാനും സന്തോഷിക്കുവാനും സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് അങ്ങനെ സ്തുതിക്കുവാനും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മൾ ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധമായ സംസർഗവും കൂട്ടായ്മയും കാവലും ഇന്ന് അവനെ സംസാരിച്ച ആഷറിനോട് കൂടെയും നമ്മുടെ എല്ലാവരോടും കൂടെയും ഇന്ന് വന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം നമുക്ക് ചെയ്യാൻ നൽകുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരെയാണ്. Thank you, Brother Asher. Thank you, Sneakle. Thank you all for joining. See you all next week.